നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തി. സീത കാട്ടാന ആക്രമണത്തിലാണ് മരിച്ചതെന്നും തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഭർത്താവ് ബിനു. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖയെന്ന വനം വകുപ്പിന്റെ വിശദീകരണം. സീതയുടെ മരണത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിച്ച കാർ തൊടുപുഴ വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വാഹന പരിശോധനയ്ക്കിടെ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI EM മുഹമ്മദിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് കഴിഞ്ഞ ദിവസം. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇടുക്കി ജില്ലാ കളക്ടറോട് വ്യക്തിപരമായി ഒരു വിരോധവുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പരുന്തുംപാറയിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് CPM എതിരല്ല. നിർമ്മാണ നിരോധനം മൂലം ലൈഫ് ഭവന പദ്ധതി പോലും മുടങ്ങിക്കിടക്കുന്നു. ദേവികുളം മുൻ കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ CPM എതിർത്തപ്പോൾ കളക്ടറെ വാഴ്ത്തിയ മാധ്യമങ്ങൾ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ തനിനിറം തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞതെന്നും CV വർഗീസ്. ദേവികുളത്തെ ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ട്രഷറി ജീവനക്കാരിയായ ഒരാൾക്ക് ഇത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതോടെ 4 പതിറ്റാണ്ടിലധികമായി ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തി. സീത കാട്ടാന ആക്രമണത്തിലാണ് മരിച്ചതെന്നും തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഭർത്താവ് ബിനു പറഞ്ഞു. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖയെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. പീരുമേട് പ്ലാക്കത്തടത്തു നിന്നും 4 കിലോമീറ്റർ ഉൾവനത്തിലെത്തിയാണ് പോലീസും ഫോറൻസിക് സംഘവും വിശദമായ പരിശോധന നടത്തിയത്. സംഭവസ്ഥലത്തു നിന്നും ഫോറൻസിക് സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണമാണോ മറ്റേതെങ്കിലുമുള്ള അപകടമാണോ എന്ന് തെളിയിക്കാൻ കഴിയുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഇതിനിടെ വനത്തിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും വനംവകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. അതേസമയം വനംവകുപ്പ് തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മരിച്ച സീതയുടെ ഭർത്താവ് ബിനു പറഞ്ഞു. എന്നെ ഒരു വലിയ ആളാക്കാൻ വേണ്ടി തന്നെ ഉള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം അറിഞ്ഞേക്കുന്നത് കോട്ടയം DFI ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അറിഞ്ഞു. അങ്ങനെ DFI അതേപോലെ തന്നെ ഡോക്ടറിന് ഏറ്റവും കൂടുതലും ഡോക്ടറിൻ്റെ അത് ഏറ്റവും കൈയുള്ളത് ഡോക്ടറാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലും കള്ളത്തരം കാണിച്ചത്. അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഇത്ര സമയം കൊണ്ട് വരുവുള്ളൂ കിട്ടുകയുള്ളൂ എന്നുള്ള ഈ എല്ലാ ആൾക്കാർക്കും അറിയാം. അതിനു മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ടായി അതെനിക്ക് ചോദിക്കേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും ഉദാഹരണമായിട്ടുള്ള കാര്യമാണ് ഈ മാധ്യമത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടായി? അത് ആരെങ്കിലും കാശിൻ്റെ സ്വാധീനം ഉണ്ടായി എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ കൃത്യമായി നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് മാത്രം എനിക്കറിയത്തില്ല. ഡോക്ടറെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നതെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ ബിനുവിന്റെയും ഒപ്പമുണ്ടായിരുന്ന 2 മക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെടുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് എത്തിയത്. പീരുമേട്ടിലെ സീതയുടെ മരണത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥനല്ല കൊലപാതകമാണോ അല്ലയോ എന്ന് പറയേണ്ടത്. ഭർത്താവ് കുറ്റക്കാരനാണെങ്കിൽ അത് അന്വേഷിച്ച് പോലീസ് പറയട്ടെ. സീതയുടെ മകൻ താനാണ് അമ്മയെ ആനയുടെ ചുവട്ടിൽ നിന്നും വലിച്ചു മാറ്റിയതെന്ന് പറയുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും CV വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു. അതുകൊണ്ട് വസ്തുതാപരമായ അന്വേഷണം നടക്കട്ടെ. ഇന്ന് ഇതൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ സംബന്ധിച്ച് നിജസ്ഥിതി അന്വേഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാങ്കേതിക സംവിധാനങ്ങൾ ആ അന്വേഷണം നടത്തി അന്വേഷണാടിസ്ഥാനത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാണ് CPMന്റെ അഭിപ്രായം. ഒന്ന്, ഭർത്താവ് ഇവരെ കൊലപ്പെടുത്തിയതാണ് എന്ന് പറയുന്ന വാദത്തിനോടോ ആന ചവിട്ടിക്കൊന്നതാണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പം പ്രാഥമിക പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർ നിൽക്കുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് പോലീസാണല്ലോ.
സ്ഥലപരിശോധന നടത്തിയത് പോലീസാണ്. അപ്പം അതുകൊണ്ട് അത് അന്വേഷിക്കട്ടെ, ദുരൂഹതയുടെയും ഊഹാപോഹങ്ങളുടെയും പിന്നാലെ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് CPM-ന്റെ അഭിപ്രായം. ഈ മരണപ്പെട്ട സീതയുടെ കുട്ടി മകൻ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് പോയ ആനയെ വലിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. അതുകൊണ്ട് ദുരൂഹത അവസാനിക്കണം. ആധികാരികമായ ഒരു മരണമുണ്ടായാൽ അത് കൊലപാതകമാണോ, സ്വാഭാവിക മരണമാണോ, അല്ലെങ്കിൽ ആനയെ വെട്ടി ആണോ മരിക്കാനിടയായതെന്ന് ആധികാരികമായ അന്വേഷണത്തിലൂടെ പറയേണ്ടത് പോലീസാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അത്ര ചുമതല LDF ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടില്ല. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിച്ച കാർ തൊടുപുഴ വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് വാഹന പരിശോധനയ്ക്കിടെ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI EM മുഹമ്മദിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് കദളിക്കാട് വഴിയാഞ്ചിറ ഭാഗത്ത് വെച്ചാണ് സംഭവം നടന്നത്. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI EM മുഹമ്മദിനെയാണ് വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. വഴിയരികിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ SI മുഹമ്മദ് വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. യുവാക്കൾ ഇതിന് തയ്യാറായില്ല. പിന്നീട് വാഹനം മുൻപോട്ടെടുത്ത യുവാക്കൾ SIയെ റോഡിൽ ഇടിച്ചു വീഴ്ത്തി. തുടർന്ന് ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറ്റിയിറക്കിയ ശേഷം യുവാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിൽ അസ്ഥിക്ക് പൊട്ടലുണ്ട്. കഴുത്തിലും കൈയിലും പരിക്കേറ്റു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിന് ശേഷം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്നവരുടെ 3 സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനം കണ്ടെത്തിയതിനെ തുടർന്ന് കല്ലൂർക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഫോറൻസിക് സംഘം വാഹനത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി. SIയെ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫും ഒപ്പമുണ്ടായിരുന്നത് ആഫീസ് നിസാർ എന്ന ആളുമാണെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികളെ പിടികൂടാനായി മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇടുക്കി ജില്ലാ കളക്ടറോട് വ്യക്തിപരമായി ഒരു വിരോധവുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. എല്ലാം മാധ്യമ സൃഷ്ടിയാണ്. പരുന്തുംപാറയിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് CPM എതിരല്ല. 2-3 സെന്റുള്ള സാധാരണ ജനത്തെ കുടിയൊഴിപ്പിക്കുന്നതിനെയാണ് CPM എതിർക്കുന്നത്. നിർമ്മാണ നിരോധനം മൂലം ലൈഫ് ഭവന പദ്ധതി പോലും മുടങ്ങിയ സാഹചര്യമാണുള്ളത്. ദേവികുളം മുൻ കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ CPM എതിർത്തപ്പോൾ കളക്ടറെ വാഴ്ത്തിയ മാധ്യമങ്ങൾ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ തനിനിറം തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞതെന്നും CV വർഗീസ് പറഞ്ഞു. ഞാൻ ഇടുക്കി കളക്ടറെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഇങ്ങനെ വാർത്ത കൊടുത്തു. മാധ്യമങ്ങൾ വസ്തുത അന്വേഷിക്കാനും വസ്തുതാപരമായ നിലപാടുകൾ കൊണ്ടുവരേണ്ടത്. ഇവിടെ എനിക്ക് അവരോട് വ്യക്തിപരമായ യാതൊരു വിരോധമില്ല. എന്തെനിക്ക് വിരോധം എടുക്കുന്ന കാര്യം? പരുന്തുംപാറ അനധികൃതമായ കയ്യേറ്റം ഉണ്ടാകുന്നു എന്ന വിവാദം ഉയർന്നു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോടൊപ്പം അവിടെ സ്ഥലം സന്ദർശിച്ച ഒരാളാണ്. അവിടെ ചെന്നപ്പം മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. അവിടെ ഏതെങ്കിലും പ്രകടമായിട്ടുള്ള ഒരു കയ്യേറ്റം നടന്നതിനെ സംബന്ധിച്ച് എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണണം. തൊഴിലുറപ്പ് പദ്ധതിക്ക് ജോലിയില്ല. തൊഴിലുറപ്പ് പദ്ധതി നിർത്തി. ഭവനപദ്ധതി നിർമ്മാണം നടത്താൻ പറ്റില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ 1 രൂപ ചെലവഴിക്കാൻ പറ്റുന്നില്ല. അപ്പം 27 പേരുടെ ആണെങ്കിൽ 27 പേരുടെ പേര് നടപടിയെടുക്കട്ടെ. ആർക്ക് തർക്കം? വൻകിട കയ്യേറ്റം പിടിക്കട്ടെ. 3 സെന്റും 2 സെന്റുമുള്ള ആളുകളെ അവിടുന്ന് കുടിയിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കൈരളിയുടെ പ്രതിനിധികളായി ഇവിടെ മാധ്യമപ്രവർത്തകരായി നിങ്ങൾ പോയതാണ്. ഇവിടെ എല്ലാ മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതാണ് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ശ്രീറാം വെങ്കിട്ടരാമൻ ഈ ജില്ലയിൽ വന്ന RDO ഉദ്യോഗസ്ഥന്മാർ വലിയ ഹീറോ ആക്കി കൊണ്ടുവന്നു. അയാൾ നീതിപക്ഷമായ നിലപാടാണ് എടുക്കുന്നതെന്ന് മണിയാശൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, അവിടെ സമരം നടത്തി. ഹീറോ ആക്കി കൊണ്ടുവന്ന ശ്രീറാം വെങ്കിട്ടരാമൻ എന്ത് ചെയ്തു? ഈ വാഴ്ത്തപ്പെട്ട മാധ്യമങ്ങൾ ശ്രീറാം വെങ്കിട്ടരാമനെ വാഴ്ത്തപ്പെട്ട ആ മാധ്യമങ്ങൾക്ക് അവസാനം ഒരു പത്രപ്രവർത്തകനെ തന്നെ ആ ശ്രീറാം വെങ്കിട്ടരാമൻ കൊന്നു. അപ്പോൾ ഇതെല്ലാം മാധ്യമങ്ങൾ അവരുടെ അനുഭവത്തിൽ പഠിക്കേണ്ടതുണ്ട്. ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി. ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ട്രഷറി ജീവനക്കാരിയായ ഒരാൾക്ക് ഇത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതോടെയാണ് സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. 4 പതിറ്റാണ്ടിലധികമായി ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം.
1979 മുതൽ ദേവികുളത്തെ ട്രഷറി ജീവനക്കാർക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദം ഉയർന്നിട്ടുള്ളത്. ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായാണ് പരാതി. 2021 മുതൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്നിരുന്ന ട്രഷറി ജീവനക്കാരിൽ ഒരാൾക്ക് ക്വാർട്ടേഴ്സിൽ നിന്നും മാറണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ കത്ത് ലഭിച്ചതോടെയാണ് വിഷയത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. 1979 ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിന് അധോഗതി കിട്ടിയതാണ്. അന്ന് തൊട്ട് നാളിതുവരെ ട്രഷറി ജീവനക്കാരാണ് താമസിച്ച് വന്നിരുന്നത്. ഈ അടുത്ത 1-2 മാസമായിട്ട് 3-4 ജീവനക്കാർക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് സബ് കളക്ടർ അലോട്ട് ചെയ്ത് കൊടുത്തതായിട്ട് അറിയുന്നു. നിലവിൽ താമസിക്കുന്ന ട്രഷറിയിലെ ഒരു ജീവനക്കാരി ആതിര എന്ന പെൺകുട്ടിയെ ട്രഷറി ക്വാർട്ടേഴ്സിൽ നിന്നും താമസം മാറാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അവരാണെങ്കിൽ 21 മുതൽ അവർ താമസിച്ച് വരുന്നു. അവരുടെ ശമ്പളത്തിൽ നിന്നും വാടക ഈടാക്കുന്നതായിട്ടാണ് അറിയുന്നത്. അമ്മയും 2 പേർ കുഞ്ഞു കുട്ടികളുമുണ്ട്. മറ്റ് താമസ മാർഗങ്ങളൊന്നും ഇല്ലാത്ത അവരെ എങ്ങനെ ഒഴിവാക്കണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് കൊടുത്തത് എന്ത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല. അറിയിപ്പ് ലഭിച്ചതോടെ ട്രഷറി ജീവനക്കാരി ആശങ്കയിലായി. ക്വാർട്ടേഴ്സ് ഒഴിയേണ്ടി വന്നാൽ പ്രതിസന്ധിയിലാകുമെന്നും നിലവിലെ വരുമാനത്തിൽ വീട് വാടകയ്ക്കെടുത്ത് ജോലിക്ക് പോവുക പ്രായോഗികമായ കാര്യമല്ലെന്നും ജീവനക്കാരി പറയുന്നു. ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ താമസത്തിന് അനുവദിച്ചു കിട്ടിയ ക്വാർട്ടേഴ്സാണിതെന്നും ഇതിനാനുപാതികമായ തുക ശമ്പളത്തിൽ നിന്ന് എടുക്കുന്നതായും ജീവനക്കാരി പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്ത് ക്വാർട്ടേഴ്സിൽ വന്ന അന്ന് തൊട്ട് എൻ്റെ HR കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് SQ അലോട്ട് ചെയ്ത് തന്ന ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. അതിൻ്റെ ഓർഡർ എൻ്റെ ഓഫീസിലും ഉണ്ട്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ മാറണം എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞില്ല. പിന്നെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ടൂറിസ്റ്റ് പ്ലേസാണ്. ഒരു വീട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്ന ഞാൻ ഇവിടെ വീടുകളൊക്കെ അന്വേഷിക്കുമ്പം 20,000 രൂപ ആ ഒരു റേറ്റൊക്കെയാണ് വാടക പറയുന്നത്. അപ്പോൾ ഈ 30-30 സാലറി വാങ്ങിക്കുന്ന എനിക്ക് അത്രയും രൂപ വാടക കൊടുത്ത് ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സ് അങ്ങനെ വേറൊരാൾക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മാറണമെന്ന് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഒരിക്കലും വാടക കൊടുത്ത് വേറൊരു വീടെടുത്ത് താമസിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവരതിനനുസരിച്ചുള്ള എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ആക്കി തരിക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം എന്തുവാണെന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി വേണ്ടാന്ന് വെച്ച് വീട്ടിൽ പോയി നിൽക്കുന്നത് തന്നെയായിരിക്കും എനിക്ക് കൂടുതലും നല്ലത്. കത്ത് ലഭിച്ച് 7 ദിവസത്തിനകം ക്വാർട്ടേഴ്സ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. വിനോദസഞ്ചാര മേഖലയായതിനാൽ മാസവാടകയ്ക്ക് ദേവികുളത്ത് വീട് ലഭിക്കുക അത്ര എളുപ്പമല്ല. ഉള്ള വീടുകൾക്ക് ഭാരിച്ച വാടകയും നൽകേണ്ടതായി വരും. ഈ സാഹചര്യത്തിൽ ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന കൊച്ചുതോവാളയിൽ കനത്ത മഴയിൽ ഭീമൻ കല്ല് വീണ വീട് തകർന്നു. ശവ്യാങ്കുഴിയിൽ ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന കല്ലാണ് വീടിനുള്ളിൽ പതിച്ചത്. വീടിന് പിൻവശത്തായി സ്ഥിതി ചെയ്തിരുന്ന കൂറ്റൻ പാറ ശക്തമായ മഴയെ തുടർന്ന് ഉരുണ്ടു വീഴുകയായിരുന്നു. ഏകദേശം 20 അടിയോളം ഉയരത്തിൽ നിന്നാണ് കല്ല് താഴേക്ക് വീണത്. ഈ സമയം താൻ മുറ്റത്തുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ജോസിന്റെ ഭാര്യ ഗ്രേസി പറഞ്ഞു. ഇത് പിന്നെ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നേ. ഇന്നപ്പം ശകലിച്ച മണ്ണ് വന്നപ്പം ഞാൻ അങ്ങോട്ട് കയറാമെന്ന് വെച്ച് ഈ വള്ളി പടുത അങ്ങോട്ട് ഈ ഓസലോട്ട് മണ്ടയിലോട്ട് കെട്ടാമെന്ന് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ നേരം കൊണ്ട് മുറിക്കകത്ത് ചെന്നു. ഞാൻ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പോൾ കൊച്ച എന്നോട് പറഞ്ഞു മരയത്ത് അമ്മ എന്നാ കാണിക്കുവാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് മാറുകയും ഇത് വീഴുവാൻ കൂടെ ഒരുപോലെ ആയിരുന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടിൽ, അലമാര, പാത്രങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും നശിച്ചതായി നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായി പറഞ്ഞു. പാറ ഉരുണ്ടു വന്ന ആ മുറിയിലും ആ ചേച്ചിയെ സമീപത്ത് നിൽപ്പുണ്ടായിരുന്നു. അതുവരെ പെട്ടെന്ന് മാറിയതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. ജോസിയേട്ടനാണെങ്കിലും രോഗിയായിട്ടിരിക്കുന്ന ജോസിയേട്ടന്, ഗ്രേസ് ചേച്ചി, അതോടൊപ്പം തന്നെ റിമൽ എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു 3 പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. സംഭവം നടന്ന ഉടനെ തന്നെ ഞങ്ങളിവിടെ വരികയും വില്ലേജ് ഓഫീസറെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭാ അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇവരെ വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി വില്ലേജ് അധികൃതർ പറഞ്ഞു. ഞങ്ങളവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. നാശനഷ്ടത്തിൻ്റെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കും. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ
വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ഇവിടെ ഏറെയാണ്. ഈ സാഹചര്യത്തിലാണ് കുടുംബാംഗങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നത്. ശക്തമായ മഴയിൽ ഈട്ടിമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇരട്ടയാർ ഉപ്പുകണ്ടം കോളനി റോഡിലേക്കാണ് ഈട്ടിമരം കടപുഴകി വീണത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റി. ഉച്ചയോടെയാണ് ഇരട്ടയാർ ഉപ്പുകണ്ടം കോളനി റോഡിൽ ഈട്ടിമരം കടപുഴകി വീണത്. ശക്തമായ മഴ ഈ മേഖലയിലുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് മരം വീണത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും വനംവകുപ്പും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മരം കടപുഴകി വീണ സമയത്ത് വാഹനങ്ങളൊന്നും ഇതുവഴി എത്താതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയിട്ടും സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം തുടർന്ന് പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിലൊതുക്കേണ്ടി വരുന്ന ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകാൻ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പദ്ധതിയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ഉന്നത പഠനം നടത്താൻ പദ്ധതി അവസരമൊരുക്കും. ഒരു വിദ്യാർത്ഥിയുടെയും പഠന സ്വപ്നങ്ങൾ സാമ്പത്തിക ബാധ്യത കാരണം മുടങ്ങില്ലെന്ന് ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ 10th +2 കഴിഞ്ഞ് നിരവധി കുട്ടികൾക്ക് അവർക്കുള്ള ഹയർ എഡ്യൂക്കേഷന് ചിലപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഉള്ള പദ്ധതിയാണ് ഈ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇതിൽ താല്പര്യമുള്ള സ്പോൺസേഴ്സ് മുന്നോട്ട് വരണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത്. സോ സ്പോൺസേഴ്സ്ക്കുള്ള ഒരു രജിസ്ട്രേഷൻ ഫോമുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയുടെ വെബ്സൈറ്റിൽ അത് ലഭ്യമാണ്. അതേപോലെ കുട്ടികൾ സ്പോൺസർഷിപ്പ് ആവശ്യമുള്ള കുട്ടികൾക്കുള്ള രജിസ്ട്രേഷനും ഉണ്ട്. അതും നമ്മുടെ ജില്ലയിലുള്ള വെബ്സൈറ്റിലുണ്ട്. സോ ഇതിൽ എത്രമാത്രം സ്പോൺസേഴ്സ് വരുന്നുണ്ടോ അത്രമാത്രം കുട്ടികൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റും. സോ കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവരെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ എത്ര സ്പോൺസർഷിപ്പ് ഉണ്ടോ അത്ര കുട്ടികളാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. സ്പോൺസേഴ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ടീം അവരുമായിട്ട് ബന്ധപ്പെടും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. ഇടുക്കിയിലുള്ള എല്ലാ കുഞ്ഞുകുട്ടികളുടെ സ്വപ്നങ്ങളും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാൻ ഉള്ള ഒരു പദ്ധതിയാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഈ പദ്ധതി മുഖേന എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടുന്ന അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവരെയും ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പറ്റുമോ, എത്ര കുട്ടിയുടെ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. ദയവായി എല്ലാവരും ഈ പദ്ധതിയിൽ ഒത്തുചേർന്ന് നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കാനുള്ള സഹായം നമുക്ക് ലഭിക്കാൻ സാധിക്കട്ടെ. തോട്ടം മേഖലയിൽ ആശങ്ക പരത്തി പടയപ്പ. കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. തലയാർ എസ്റ്റേറ്റ് കടുകുമുടി ഡിവിഷനിലാണ് കാട്ടാന എത്തിയത്. മുമ്പ് മൂന്നാർ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഇപ്പോൾ മറയൂർ മേഖലയ്ക്ക് അടുത്താണ് ഉള്ളത്. കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിലൂടെ സ്വൈര്യവിഹാരം തുടരുകയാണ്. മുമ്പ് മൂന്നാർ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഇപ്പോൾ മറയൂർ മേഖലയ്ക്ക് അടുത്താണ് ഉള്ളത്. മറയൂരിന് സമീപം തലയാർ എസ്റ്റേറ്റ് കടുകുമുടി ഡിവിഷനിൽ കാട്ടാനയെത്തി. ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടി മേഖലയിൽ റോഡിൽ പടയപ്പ ഇറങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ മറയൂർ മേഖലയിലേക്ക് കാട്ടാന നീങ്ങിയിട്ടുള്ളത്. ഇത് തോട്ടം മേഖലയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. മഴക്കാലമെത്തി വനത്തിൽ തീറ്റയുടെയും വെള്ളത്തിന്റെയും ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടാന കാട് കയറാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുന്നുണ്ട്. മഴക്കാല രോഗങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം. പൊതുജനങ്ങൾ വീടുകളും പരിസരവും ശുചിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു വെക്കുന്ന ടാങ്കുകളിൽ കൊതുകുകൾ മുട്ടയിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്നും ക്ലീൻ സിറ്റി മാനേജർ ജിൻസിറിയക് പറഞ്ഞു. നമ്മൾ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ കട്ടപ്പന നഗരസഭ നമ്മുടെ ഓടകളുടെ ശുചീകരണവും മറ്റും നമ്മൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോഴും നമ്മൾ ഓടകളിലെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നീക്കുന്നതിന് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ മുന്നിട്ടിറങ്ങി അത് നീക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ നമ്മുടെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാകരുത്. മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം വലിയ ടാങ്കുകളിലെല്ലാം നമ്മൾ വെള്ളം പിടിച്ചു വെക്കും. വെള്ളം പിടിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ദിവസം നമ്മൾ അശ്രദ്ധമായിട്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കൊതുക് മുട്ടയിടുകയും അത് ഡെങ്കിപ്പനി അതുപോലുള്ള കൊതുക് പരത്തുന്ന പല രോഗങ്ങളും പകരാൻ ഇടയാകുകയും ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണമെന്നാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും പാലിക്കണം. വീടുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നമ്മൾ മഴ നനയുന്ന രീതിയിൽ അല്ലെ പുറത്തോട്ട് വലിച്ചെറിയുന്ന രീതികൾ നമ്മൾ അവസാനിപ്പിക്കണം. അത് അങ്ങനെ വരുമ്പോൾ അതിലെല്ലാം വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരാനിടയാകുകയും അവരിൽ നിന്ന് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതിന് എല്ലാ പൊതുജനങ്ങളും വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം. കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇന്ദു പി കെ മുഖ്യ അതിഥിയായിരുന്നു. രക്തദാന ദിനത്തോടനുബന്ധിച്ചാണ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അപൂർവ രക്തഗ്രൂപ്പായ ബോംബെ രക്തഗ്രൂപ്പ് പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നതിനായുള്ള പരിശോധനയും ക്യാമ്പിൽ നടന്നു. മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇന്ദു പി കെ മുഖ്യ അതിഥിയായി. എന്നെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുന്നത് ഇവിടെ ഒരു പ്രത്യേക ഒരു സാഹചര്യം 13 വയസ്സുള്ളൊരു കുട്ടിക്ക് പെട്ടെന്നൊരു പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടും കുറഞ്ഞ് കുറേ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഞാൻ കുറേ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റ് എടുത്തപ്പോൾ ഏറ്റവും ആദ്യം റെസ്പോണ്ട് ചെയ്ത ഒരാളെന്ന് പറയുന്നത് വർഗീസേട്ടനാണ്. വർഗീസേട്ടൻ്റെ അടുത്ത് ഇങ്ങനൊരു വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറേ ആളുകൾ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആൾക്കാർ അറിയാം. അങ്ങനെയാണ് പോലീസ് ബിബി സാറിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എഡ്യൂക്കേറ്റ് ബ്ലഡ് അന്ന് കിട്ടി. അന്ന് 10,000 കൗണ്ട് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 10,000 കൗണ്ടുള്ളൊരു കുട്ടീനെ ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് ഒരു എഡ്യൂക്കേറ്റ് എമൗണ്ട് അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആക്കിയാൽ മാത്രമേ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ഒരു സൺഡേ ആയിരുന്നു അത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അത് ജാനുവരി 26-ാം തീയതിയായിരുന്നു. അന്നേരം ചേട്ടൻ തന്നെയാണ് കുറേ ആളുകൾ മോട്ടിവേറ്റ് ചെയ്ത് അന്ന് സ്റ്റോക്കൊക്കെ ആക്കി. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഇന്ന് 12 യൂണിറ്റ് ബ്ലഡാണ് അവൈലബിൾ ആയി കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഫോട്ടോഗ്രാഫർമാർക്കിടയിൽ നിന്ന് ഏറ്റവും അധികം തവണ രക്തം ദാനം ചെയ്ത NJ വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ്, ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് സെബാൻ എൻവീസ്, സെക്രട്ടറി ബിനീഷ് ഫ്ലാഷ്, PL നിസാമുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിൽ ആദ്യമായി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറാണ് ശാന്തൻപാറ പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായ കെട്ടിടത്തിലാണ് മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ കീഴിൽ ജൻ ഔഷധി പ്രവർത്തനം ആരംഭിക്കുന്നത്. ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ജീവൻ രക്ഷാ മരുന്നുകൾ 50% മുതൽ 90% വരെ വിലക്കുറവിൽ ലഭിക്കും. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VV ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉടുമ്പൻചോല MLA MM മണി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് വളരെ സഹായകരമാണ്, പ്രയോജനപ്രദമാണ്. വളരെ വില കുറച്ച് അത്യാവശ്യ ഔഷധങ്ങൾ ലഭിക്കും എന്നത് നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തും തൊഴിലാളികളും പാവപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്നുണ്ടാകും. രോഗം വന്ന് ചികിത്സിക്കാൻ നിർബന്ധമില്ലാത്ത ഒരു വലിയ ജനവിഭാഗം ജനസമൂഹം ഇവിടെ ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഏറ്റവും സൗകര്യപ്രദവും ഫലപ്രദവുമാണ്, പ്രയോജനപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിപാടിയിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്, ബാങ്ക് സെക്രട്ടറി KG ടോമിച്ചൻ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സഹകാരികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ശാഖാതലങ്ങളിലുള്ള കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ബാലസംഘ രൂപീകരണവും നടന്നു. വണ്ടിപ്പെരിയാർ പശുമല ശ്രീ ശാക്തീകരണ നിലയത്തിൽ നടന്ന പരിപാടി വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചിറക്കൽ അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയിൽപ്പെട്ട കുടുംബാംഗങ്ങളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പഠനോപകരണങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ്. ഒരു കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ ഒരു ഇടപെടൽ കൂടിയാണിത്.
നമ്മുടെ കുടുംബങ്ങളിലാണ്, അല്ലെ അച്ഛനമ്മമാരാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. പക്ഷേ കുട്ടികൾ നമ്മുടെ സമൂഹത്തിന്റെ കൂടെ കുട്ടികളാണ്, നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകേണ്ട വ്യക്തികളാണ് ആ കുട്ടികൾ എന്നുള്ള മനസ്സിരുത്തിയതുകൊണ്ടാകണം ഇത്തരത്തിൽ ഒരു സമുദായ സംഘടന ഇത്തരത്തിലൊരു പഠനോപകരണങ്ങളുടെ വിതരണവും മറ്റും ഏറ്റെടുത്ത് നടത്തുന്നത്. യൂണിയൻ കമ്മിറ്റി ഭാരവാഹികളായ പുഷ്പ ബിജു, കെ എ അരുണാചലം, സോമൻ, ബിനീഷ് ഉറുമ്പിൽ, സജി വി എം, അജേഷ് കുമാർ, വിനോദ് പി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് 23 പേരടങ്ങുന്ന താലൂക്ക് തല ബാലസംഘ രൂപീകരണവും നടന്നു. നിരവധി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ചെഗുവേര ജന്മദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ഉദ്ഘാടനം ചെയ്തു. 13 മേഖലാ കമ്മിറ്റികളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് യൂത്ത് ബ്രിഗേഡ് സംഗമം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ബ്രിഗേഡ് ബ്ലോക്ക് ക്യാപ്റ്റൻ അശോക് കുമാറിന് യൂത്ത് ബ്രിഗേഡ് ടീഷർട്ട് ബി അനൂപ് കൈമാറി. ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി പി പ്രശാന്ത്, ബ്ലോക്ക് ട്രഷറർ എബിൻ ബേബി എന്നിവർ സംസാരിച്ചു. സംഗമത്തിനു ശേഷം യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ യുവജന പരേഡും നടന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്കേഴ്സ് യൂണിയൻ വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് രാമമൂർത്തി അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി നിസാർ കസിൻ സംഘടനാ വിശദീകരണം നടത്തി. BC വിജയകുമാർ, ഷൈജു PA, രമേശ് പാമ്പനാർ, ഉമാകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാക്കുന്നതും കാത്തിരിക്കുകയാണ് 60-കാരിയായ ജലജ വർഗീസ്. നിലവിൽ അടിമാലി ടൗണിന് സമീപം കാര്യമായ ഉറപ്പൊന്നുമില്ലാത്ത വീട്ടിൽ വാടകയ്ക്ക് തനിച്ചാണ് ജലജയുടെ താമസം. വീടിനായി തനിക്ക് അർഹതപ്പെട്ട സർക്കാർ സഹായം വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും നടപ്പായി കിട്ടിയിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. 60-കാരിയായ ജലജ നിലവിൽ അടിമാലി ടൗണിന് സമീപം വാടക വീട്ടിലാണ് കഴിയുന്നത്. നാളുകൾക്ക് മുമ്പ് അമ്മ മരിച്ചതോടെ തനിച്ചാണ് ജീവിതമെന്ന് ജലജ പറയുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്താണ് ജലജയുടെ ജീവിതം. പ്രളയ ദുരിതാശ്വാസ തുകയ്ക്ക് തനിക്ക് അർഹതയുണ്ടെന്ന് ജലജ പറഞ്ഞു. പ്രളയത്തിലുണ്ടായ നഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നുവെന്നും പക്ഷേ നാളിത്ര പിന്നിട്ടിട്ടും തുടർ ഇടപെടലുകൾ ഫലപ്രദമായി നടന്നിട്ടില്ലെന്നും ജലജ പരാതി ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുകൂല ഇടപെടൽ വേണമെന്നും അടച്ചുറപ്പുള്ളൊരു വീട് യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നുമാണ് ജലജയുടെ ആവശ്യം. അനുവദിച്ച് കിട്ടാനുള്ളവരുടെ ലിസ്റ്റിൽ വീണ്ടും എൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കുറേ വർഷം 2000 ആണ്ടിന് മുമ്പ് മുതൽ ഈ വീടിന് വേണ്ടിയിട്ടും ഈ പഞ്ചായത്തിലും വില്ലേജിലും ഞാൻ സർക്കാർ അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കളക്ടർ എനിക്കുള്ള വീട് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയലുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഞാൻ എന്നെ വാടക വീട്ടിൽ നിന്നും അവർ നിർദ്ദയം എന്നെ ഈ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട് എനിക്ക് വീടില്ല. ഞാൻ ഈ പഞ്ചായത്തിലെല്ലാം സംസാരിച്ചു, പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചു, എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ വീട് ഞാൻ മനുഷ്യത്വപരമായിട്ട് ചിലരുടെ ദയവ് കൊണ്ട് അവരൊരു വീട് കാണിച്ചു തന്നു. വളരെ വാസയോഗ്യമല്ലാത്തൊരു വീട്ടിൽ ഹൈപ്പാടോടുകൂടി കിടന്നുറങ്ങണം. ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന രീതിയിലുള്ള വളരെ വൃത്തിഹീനമായ സുരക്ഷിതമില്ലാത്തൊരു വീടാണ്. അപ്പോൾ പ്രളയം വന്ന് തോടിൻ്റെ അരികിലാണ്. അപ്പോൾ അത് ഭയന്നിട്ട് എനിക്ക് ഒരു രാത്രി പോലും കഴിച്ചുകൂടാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പ്രളയ ഫണ്ട് അനുവദിച്ച് എനിക്ക് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ എന്നെ ദയവ് ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വളരെ വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ജില്ലാ ഭരണകൂടം തുടങ്ങി വിവിധയിടങ്ങളിൽ തന്റെ നിസ്സഹായ അവസ്ഥ ചൂണ്ടിക്കാട്ടി പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചിട്ടും സ്വന്തമായൊരു കിടപ്പാടം യാഥാർത്ഥ്യമാകാത്തതിലുള്ള പരാതി ജലജയ്ക്കുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നതായി ജലജ പറയുന്നു. സർക്കാരുകളുടെ പാർപ്പിട പദ്ധതികളിലും തഴയപ്പെട്ടതിന്റെ നിസ്സഹായാവസ്ഥ ജലജ പങ്കുവച്ചു. ജലജ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനും പറയത്തക്ക ഉറപ്പോ സുരക്ഷിതത്വമോ ഇല്ല. പെൻഷൻ തുകയാണ് ഇപ്പോഴത്തെ വരുമാന മാർഗമെന്നും തന്റെ നിസ്സഹായ അവസ്ഥയ്ക്കും വീടെന്ന സ്വപ്നത്തിനും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ പരിഹാരം കാണണമെന്നുമാണ് ജലജയുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തി. സീത കാട്ടാന ആക്രമണത്തിലാണ് മരിച്ചതെന്നും തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഭർത്താവ് ബിനു. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖയെന്ന വനം വകുപ്പിന്റെ വിശദീകരണം. സീതയുടെ മരണത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിച്ച കാർ തൊടുപുഴ വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വാഹന പരിശോധനയ്ക്കിടെ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI EM മുഹമ്മദിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് കഴിഞ്ഞ ദിവസം. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇടുക്കി ജില്ലാ കളക്ടറോട് വ്യക്തിപരമായി ഒരു വിരോധവുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പരുന്തുംപാറയിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് CPM എതിരല്ല. നിർമ്മാണ നിരോധനം മൂലം ലൈഫ് ഭവന പദ്ധതി പോലും മുടങ്ങിക്കിടക്കുന്നു. ദേവികുളം മുൻ കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ CPM എതിർത്തപ്പോൾ കളക്ടറെ വാഴ്ത്തിയ മാധ്യമങ്ങൾ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ തനിനിറം തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞതെന്നും CV വർഗീസ്. ദേവികുളത്തെ ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ട്രഷറി ജീവനക്കാരിയായ ഒരാൾക്ക് ഇത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതോടെ 4 പതിറ്റാണ്ടിലധികമായി ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.